പക്ഷേ സൊസൈറ്റി ആയിട്ട് റിലേറ്റഡ് ആയി ജീവിക്കുന്ന ഒരാൾക്ക് എവറിഡേ ലൈഫിൽ കാണുന്ന കുറേ സംഭവങ്ങൾ റിലേറ്റബിൾ ആവും. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന എൻ്റെ തന്നെ കാര്യം, ഞാൻ അത്യാവശ്യം സൊസൈറ്റിയിൽ ഇറങ്ങി നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഞാനൊരു സോഷ്യോളജി ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ സൊസൈറ്റിയിലെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നതാണ് സത്യം. അപ്പം ഞാൻ കാണുന്ന പല ഒബ്സർവേഷനും പല കാര്യങ്ങളിലേക്ക് എത്തുന്നത്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് സോഷ്യോളജി എന്നുള്ള BA സബ്ജക്റ്റ് സോഷ്യോളജി പഠിച്ച് BA സോഷ്യോളജി നമുക്ക് കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടി, ഡിഗ്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിന് മാത്രം ആവരുത് നമ്മളെ ഒരു സ്റ്റഡി എന്നതും ഒരു ടീച്ചർ എന്ന നിലയിൽ എൻ്റെ ഒരു നിങ്ങളോട് പറയുന്ന ഒരു അഭിപ്രായമാണ്. കാരണം നമ്മൾ സൊസൈറ്റിയോട് അത്രക്കും റിലേറ്റഡ് ആയി ജീവിക്കുന്ന ഹ്യൂമൻ ബീങ്സാണ് മനുഷ്യർ. സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. വി ആർ എ ഹ്യൂമൻ ബീങ്. സൊസൈറ്റി സോഷ്യൽ ആനിമൽ എന്നൊക്കെയാണ് നമ്മൾ പറയല്ലേ. ഹ്യൂമൻ ബീങ് ഈസ് എ സോഷ്യൽ ആനിമലാണ്. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നാണ് പൊതുവേ പറയുക. മനുഷ്യർ ഒരു സോഷ്യൽ ബീങ് ആണ്, സാമൂഹിക ജീവിയാണ്. സമൂഹമില്ലാതെ ആർക്ക് നിലനിൽപ്പില്ല? ഒരാൾക്ക് നിലനിൽപ്പില്ല. അതിനോടനുബന്ധിച്ചുള്ള പഠനമാണ് സോഷ്യോളജി. മറ്റുള്ള എല്ലാ സബ്ജക്റ്റിനേക്കാളും കൂടുതൽ സമൂഹവുമായിട്ട് റിലേറ്റഡ് ആയ സബ്ജക്റ്റാണ് സോഷ്യോളജി. സോഷ്യോളജി സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായി പറയാനുള്ള ഒരു കാര്യം, നമ്മൾ സ്വാർത്ഥരായി നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം, നമ്മുടെ ഓഫീസ്, അത് കഴിഞ്ഞ് നമ്മുടെ കുടുംബം, അങ്ങനെയല്ല ശരിക്കൊരു പ്രത്യേകിച്ചും സോഷ്യോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആകുമ്പോൾ ഒബ്സർവ് ചെയ്യണം. നമ്മൾ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ പല സംഭവങ്ങളും നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് പേഴ്സണാലിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. എങ്കിൽ മാത്രമേ സോഷ്യോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് കംപ്ലീറ്റ് ആവൂ എന്നാണ് എൻ്റെ ഒരു വീക്ഷണം. മീൻസ് ഞാനെന്ന വ്യക്തി സൊസൈറ്റിയിലെ ഏറ്റവും ചെറിയൊരു കുഞ്ഞു ഉറുമ്പിനത്ര ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ കൂടി വലിയ പ്രൊഫസേഴ്സ്, JS മില്ല്, നമ്മുടെ നേരത്തെ പറഞ്ഞ പല സോഷ്യോളജിസ്റ്റുകളും പല വീക്ഷണങ്ങളിലൂടെയാണ് സൊസൈറ്റിയെ എന്ത് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടേതായ ഇൻ കേസ് മിസ്സിൻ്റെ കാര്യമാണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ വീക്ഷണങ്ങൾ വേണം. എസ്പെഷ്യലി തന്നെ പറയാം, എസ്പെഷ്യലി ഒരു സോഷ്യോളജി സ്റ്റുഡൻ്റായ നിങ്ങൾ സൊസൈറ്റിയായിട്ട് വളരെ ഒബ്സർവേഷൻ മൈൻഡോടുകൂടി വേണം നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നുണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞത്, സോഷ്യോളജിക്കൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ് റിയാലിറ്റി ഓഫ് എവറി ഡേ ലൈഫ്. നെക്സ്റ്റ് പോയിന്റ്, മേജർ കൺസെപ്റ്റ് ഓഫ് സോഷ്യോളജി. അതായത് കൺസെപ്റ്റ്, അത് തന്നെ വേറെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് ഓഫ് സോഷ്യോളജി ആൻഡ് അതർ ഡിസൈപ്ലിൻസ്. ഓക്കെ, ഡിസൈപ്ലിൻസ്, അതായത് സോഷ്യോളജി മറ്റ് തത്വചിന്തകളുമായിട്ട് എങ്ങനെയാണ് ഇണങ്ങി ചേർന്ന് എത്രത്തോളം റിലേറ്റഡ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മിസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. തിങ്കിങ് ഓഫ് സോഷ്യോളജിക്കലിയാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. അതിൽ ഒബ്ജക്റ്റീവ്സ് പഠിക്കാനുണ്ട്, ഇൻട്രഡക്ഷൻ പഠിക്കാനുണ്ട്, സോഷ്യോളജിക്കൽ മെത്തേഡ് പഠിക്കാനുണ്ട്, സോഷ്യോളജി ഇൻ എവറിഡേ ലൈഫ് പഠിക്കാനുണ്ട്, സോഷ്യോളജി ഇൻ അതർ ഡിസിപ്ലിൻസ്, മറ്റുള്ള തത്വചിന്തകളുമായിട്ട് എങ്ങനെയാണ് ഇത് റിലേറ്റഡ് ആയിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ആണ്. പ്രത്യേകിച്ചും 4 പോയിൻ്റാണ് ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞത്. അത് മിസ് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. സോഷ്യോളജിക്കൽ മെത്തേഡ്സ് ആസ് ദേ ആർ യൂസ്ഡ് ടു ഒബ്സർവ്, ഇന്റർപ്രറ്റ് ആൻഡ് വാലിഡേറ്റ് ഡാറ്റ അബൌട്ട് സൊസൈറ്റി. 1 point. The second point is sociological way of looking at reality of everyday life, and third point is major concept of sociology, and last point is sociology and other disciplines. Okay, നെക്സ്റ്റ് ദെൻ ഇൻട്രൊഡക്ഷൻ ആണ് ഇനി പറയുന്നത്. അതാണ് ആ 4 പോയിന്റ് നിങ്ങൾ ഒബ്ജക്റ്റീവ്സിൽ എഴുതണം. നെക്സ്റ്റ് പോയിന്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻ ദിസ് ലിമിറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മെൻ ബൈ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്. Okay, then how to sociologists observe the independent reality in everyday life? In for the sociologists in this our concern, various scholars has been given their options and about the way of sociological perspective shapes our understanding to how social relations are formed and prepared. അതായത് എങ്ങനെയാണ് ഒരു വ്യക്തി ഡേ ടു ഡേ ലൈഫിൽ സൊസൈറ്റിയിൽ കാണുന്ന ഓരോ കാഴ്ചകളും നമ്മളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നാണ്. ഇൻ കേസ് ജസ്റ്റ് ഒരു ഇൻസിഡൻസ് മിസ് പറഞ്ഞുതരാം. എവറിഡേ ലൈഫിൽ ഒരു പേഴ്സൺ ചെയ്യേണ്ട കടമ, ഒരു വ്യക്തി അല്ലേ, അദ്ദേഹം ഒരു സോഷ്യൽ ജീവിയാണ്, സാമൂഹിക ജീവിയായ ഒരു വ്യക്തി എന്താവണം? സോഷ്യൽ ആനിമൽ ആവണം, സാമൂഹിക ജീവി ആവണം. അപ്പോൾ സോഷ്യോളജി പഠിച്ച ഒരാൾ
മിസ്സ് സോഷ്യോളജിയിൽ ഗ്രാജുവേഷനുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ സോഷ്യോളജി പഠിച്ച ഒരാളെന്ന നിലയിൽ സൊസൈറ്റിയിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകം മറ്റ് സയൻസ് സ്റ്റുഡൻസിനെ നമ്മളൊന്നും പറയല്ല, എങ്കിലും കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ പഠിച്ചിരിക്കുന്ന കുട്ടികളെക്കാളും നമ്മളൊന്നും കൂടി സൊസൈറ്റിയായിട്ട് റിലേറ്റഡ് ആണ് സബ്ജക്റ്റ് വൈസ് നോക്കുമ്പോൾ. അപ്പം നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മളെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ചിലപ്പോൾ നടക്കാറുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടുണ്ട്. ഇപ്പം മിസ്സിൻ്റെ തന്നെ ഒരു അനുഭവം ജസ്റ്റ് പറയാം. മിസ് ഒരിക്കൽ പിന്നെ ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല നന്മ നിറഞ്ഞൊരു ഡ്രൈവറാണ് ആ ബസ്സിലുള്ള ഒരു സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. മിസ് ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ജസ്റ്റ് അങ്ങനെ ആ ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിസ് ഞാൻ കയറുന്ന സ്റ്റോപ്പിലെത്തിയപ്പോൾ ഭയങ്കര ജനങ്ങൾ നിറച്ചും ആൾക്കാരുള്ള ചെറിയ റൂട്ടിലൂടെയാണ് ബസ് പോകുന്നത്. അപ്പോൾ അതിന് നിറയെ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ കയറി, ഇപ്പോൾ ഡ്രൈവർ ഇങ്ങനെ വണ്ടി ഓട്ടുന്നു, സ്റ്റോപ്പ് എത്തുന്നു, നെക്സ്റ്റ് സ്റ്റോപ്പ്, ആളുകൾ കയറുന്നു ഇറങ്ങുന്നു, ആരും ക്യാഷ് കൊടുക്കുന്നില്ല, ക്യാഷ് വാങ്ങാൻ ആളില്ല, രണ്ട് ഇതിലും കിളി എന്ന് പറഞ്ഞ സംഭവം നിൽക്കില്ല, അതുമില്ല. അപ്പോൾ മിസ്സ് ചോദിച്ചു ആ ഡ്രൈവറോട്, ജസ്റ്റ് സ്റ്റോപ്പിലെത്തി മിസ് അപ്പുറത്ത് നെക്സ്റ്റ് അതർ സൈഡിലൂടെ പോയി ചോദിച്ചു, അല്ല ഇതിലാരും ക്യാഷ് ഒന്നും വാങ്ങാനില്ലല്ലോ എന്താണ്? അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞ മറുപടി സൊസൈറ്റിയിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ആൻസറാണ്. ഒരു സോഷ്യോളജി ടീച്ചർ എന്ന നിലയിലും സൊസൈറ്റിയിലുള്ള ഒരാളെന്ന നിലയിലും എനിക്ക് ആ ഡ്രൈവർ പറഞ്ഞ നന്മ നിറഞ്ഞ ആ ഡ്രൈവർ പറഞ്ഞ മറുപടി, ഇന്ന് ഇത് ഇങ്ങനെ ഓടുകയാണ്, അപ്പോൾ ഇന്ന് സൊസൈറ്റിക്ക്, അതായത് സമൂഹത്തിലെ ആൾക്കാർ പലരും ഈ ഒരു ബസ് മാത്രം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓടുകയാണ്, ഇതിൽ ക്യാഷൊന്നും എനിക്കെന്തല്ല ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. അദ്ദേഹം ഒരു പാവപ്പെട്ട ആളാണ്, അദ്ദേഹത്തിന് വരുമാനമാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു സർവീസ് നടത്തുക എന്നുള്ള അതൊരു വലിയൊരു മൈൻഡാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു നന്മ ചെയ്യുമ്പോൾ തിരിച്ച് നമ്മളൊരു നന്മ ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ മിസ് എന്ത് ചെയ്തു, നെക്സ്റ്റ് സ്റ്റോപ്പ് മുതൽ മിസ് ഇറങ്ങുന്ന സ്റ്റോപ്പ് വരെയുള്ള ടിക്കറ്റ് ഞാനാണ് എടുത്തത്. അത് ടിക്കറ്റ് എല്ലാവരും ടിക്കറ്റ് വാങ്ങും. ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ ആരാ, അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് ഞാനാണ് കണ്ടക്ടർ എന്നല്ലെങ്കിൽ ഞാൻ തന്നെ അത് ടിക്കറ്റ് കൊടുത്തു. ഡ്രൈവർക്ക് ലാസ്റ്റ് ഞാൻ ഡ്രൈവർക്ക് അത് കൊടുത്തു. ഡ്രൈവർക്ക് കൊടുത്തപ്പോൾ ഡ്രൈവർ ജസ്റ്റ് ഞെട്ടിപ്പോയി, ഇതെപ്പോഴാണ് നിങ്ങൾ എടുത്തതെന്നൊക്കെ ചോദിച്ചു. കാരണം അവർക്കൊരു നേരത്തെ പെട്രോളിൻ്റെ ഒരു ക്യാഷ് നമ്മൾ ആവട്ടെ എന്ന്, പാവപ്പെട്ടവരാണ് എല്ലാവരും. അപ്പോൾ സൊസൈറ്റിയിലുള്ള ആ ബസ്സിൽ സൊസൈറ്റിയിലെ പല ജോലിയിലുള്ള ആൾക്കാരും പലരും ഉണ്ട്. എങ്കിലും മിസ് അത് കൊടുത്ത് ഇറങ്ങി പോരുമ്പോൾ ആ ഡ്രൈവറുടെ കണ്ണ് നിറഞ്ഞതും, കാരണം അദ്ദേഹം അദ്ദേഹം ബുദ്ധിമുട്ടാണെങ്കിൽ നന്മ നിറഞ്ഞൊരു പ്രവൃത്തിയാണ് ചെയ്തത്, സൊസൈറ്റിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തത്. ഞാൻ ചെയ്തത് തിരിച്ചൊരു നന്മയാണ് മിസ് ചെയ്തത്. അപ്പോൾ സോഷ്യോളജി ടീച്ചർ എന്ന നിലയിലല്ല, ഒരു വ്യക്തി എന്ന നിലയിലും പിന്നെ ഒബ്സർവേഷൻ മൈൻഡ് കൂടുതലുള്ളത് കൊണ്ട്, കാരണം നമ്മളെ സബ്ജക്റ്റ് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഒബ്സർവേഷൻ മൈൻഡ് കുറച്ച് കൂടുതലാണ്. ഇൻ കേസ് എല്ലാവരും അങ്ങനെ ആവണം എനിക്കറിയില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം എന്നുള്ള ഒരു എക്സാമ്പിളും കൂടിയാണ് മിസ് ആ സ്റ്റോപ്പിന് അതുമുതൽ കിട്ടുന്ന ക്യാഷ് അത്രയും കിട്ടി. കുറേ ലാസ്റ്റ് എത്തിയിട്ട് അത് നമുക്ക് ടിക്കറ്റ് എടുക്കാമായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളത് എടുത്തു ചെയ്തു. പിന്നെ അത് പിറ്റേന്നത് പത്രത്തിൽ വാർത്തയായി, അധ്യാപിക മാതൃകയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ സഹിതം പിറ്റേന്ന് വാർത്ത വന്നു പത്രത്തിൽ. അപ്പോൾ ഇതൊക്കെ പ്രൂഫ് സഹിതമാണ് മിസ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വാർത്ത വരുമ്പോൾ സമൂഹത്തിൽ അതെന്തായി മാറി, ഒരു പോസിറ്റീവായി മാറി. എൻ്റെ പടം മുന്നിൽ തന്നെ വെച്ചിട്ട് അധ്യാപിക മാതൃകയായി. ഒരു അധ്യാപിക എപ്പോഴും മാതൃകയാണ് ആവേണ്ടത്, അങ്ങനെ തന്നെയാണ്. എങ്കിലും നമ്മുടെ ചെറിയ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സൊസൈറ്റിയിൽ അത് എത്രത്തോളം പോസിറ്റീവാണ് ആക്കുന്നത്. കാരണം അന്ന് മുതൽ തന്നെ ഏകദേശം ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി, അന്ന് ആ ടിക്കറ്റ് എടുത്ത ടീച്ചറല്ലേ. അപ്പം ആളുകൾക്ക് നമ്മുടെ സ്നേഹവും, കാരണം നമ്മൾ അങ്ങോട്ട് ഉത്തരവാദിത്തം കടമയും സമൂഹത്തിലുള്ള എല്ലാത്തരം ജോലിക്കാരും അന്ന് ആ ബസ്സിലുണ്ട്. അവരെ മിസ് അത് ചെയ്തെങ്കിൽ വലിയ വാർത്തയൊക്കെ ആയി വന്നെങ്കിലും എന്നെ പല ചാനലിന് വിളിച്ചു, ഇൻ്റർവ്യൂവിനൊക്കെ എന്നെ വിളിച്ചു. ഞാനത് വീണ്ടും അതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കത് വേറൊരു രീതിയിൽ അവതരിപ്പിക്കാമെന്നൊക്കെ. പക്ഷെ നമ്മളത് ക്രിയേറ്റ് ചെയ്തൊരു സംഭവമല്ല, ഓട്ടോമാറ്റിക്കലി നടന്നൊരു സംഭവമാണ്. സൊസൈറ്റിയിൽ നടക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്ത് അത് പോസിറ്റീവാക്കുക. അപ്പം അങ്ങനെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളിൽ നമുക്കൊരു ഉത്തരവാദിത്വം കടമയും വേണമെന്നാണ് അതായത് മിസ്സിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞത്. അതേപോലെ സൊസൈറ്റിയിൽ വരുന്ന പല കാര്യങ്ങളും നമ്മൾ റിലേറ്റഡ് ആണ്. അതാണ് ഇവിടെ പറയുന്ന അതൊരു എക്സാമ്പിളാണ് കറക്റ്റ് നമുക്ക് ഇവിടെ പറയേണ്ടത്. ബിക്കോസ് സോഷ്യോളജിക്കൽ വേ ഓഫ് ലുക്കിംഗ് ഓഫ് റിയാലിറ്റി ഓഫ് എവറിഡേ ലൈഫിലെ റിയാലിറ്റി, എവറിഡേ ലൈഫിൽ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങളും കൂടി നമ്മുടെ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്. സോഷ്യോളജി സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമുക്കും ഇവിടെ പോയിന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് മിസ് പറഞ്ഞത്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് C.W. Mills studied American society has shown the society of self-contained
അപ്പം അമേരിക്കൻ സൊസൈറ്റിയാണ് ഇത്. മെയിൻ പോയിന്റ് ഇൻട്രൊഡക്ഷൻ ആണ്, മറന്നു പോകരുത്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പം CW മിൽസിൻ്റെ ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അമേരിക്കൻ സൊസൈറ്റിയെ ഇമ്പോർട്ടൻ്റ് ചെയ്താണ് അദ്ദേഹം സോഷ്യോളജിക്കൽ ആയിട്ട് കാര്യങ്ങൾ അദ്ദേഹം ഫോളോ അപ്പ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ അമേരിക്കൻ സൊസൈറ്റി മാത്രമാണുള്ളത്. എന്തുകൊണ്ടോ അറിയുന്നില്ല, മറ്റുള്ള സൊസൈറ്റി അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻ്റ് പറയുന്നില്ല. ഓക്കെ.